എല്ലാവർക്കും ലിറ്റിൽ ഗേളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ഗാർഡനിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതൊരു ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വളർത്താൻ ഇഷ്ടമുള്ളവർക്ക് താല്പര്യമുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ ആലോവേരനെ എങ്ങനെയാണ് വെള്ളത്തിൽ വളർത്തുക എന്നാണ് കാണിക്കുന്നത്. ഇതൊരു പരീക്ഷണമായിരുന്നു. അപ്പോൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ ആലോവേര വളരെ നല്ലതാണ്. നമ്മുടെ എയറൊക്കെ പ്യൂരിഫൈ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. ഇൻഡോറായിട്ട് അലോവേര മണ്ണിൽ വെക്കുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ പോലെയാണ് കാണിക്കുന്നത്. ഒരു 2 months അപ്ഡേറ്റ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു അലോവേര ചെറിയൊരു അലോവേരേനെ ബോട്ടിലാക്കിയിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യുന്നു എന്ന് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് വേറൊരു അലോവേര കൂടി വെള്ളത്തിൽ വളർത്താൻ എടുത്തത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ കാണും. അപ്പോൾ ആ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തു. ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആ ആലോവേര മൊത്തമായിട്ട് ആ വെള്ളത്തിലേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബോട്ടിലിൻ്റെ ആ ഒരു മേലത്തെ ഭാഗം തിരിച്ച് ബോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഞാനിപ്പം ഇത് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു റൂട്ട് മാത്രം വെള്ളത്തിൽ തട്ടുന്ന രീതിയിൽ അത്ര മാത്രമേ വെള്ളം ആവശ്യമുള്ളൂ. അത്രയും മാത്രം വെള്ളം വെച്ചിട്ടാണ് ഞാൻ ഇതിനെ വെള്ളത്തിൽ ഇട്ട് വെച്ചത്. ഞാൻ ആദ്യമൊക്കെ ആഴ്ചയിൽ വെള്ളം മാറ്റിയിട്ടുണ്ടായിരുന്നു. 7 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി അങ്ങനെ വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല എന്ന്. പിന്നെ ഞാൻ തീരെ വെള്ളം കേടായി അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു വരുമ്പോൾ മാത്രമേ ഞാൻ കുറച്ച് വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു 2 weeks to 1 month എന്നുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം പുതിയ വേര് ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു അലോവേരയുടെ സെയിം അലോവേരയുടെ ഗ്രോത്താണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം പുതിയ റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. ചെറുതായിട്ട് റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ ലീഫും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിനെ ഒന്ന് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാം, ഈ ഒരു പോട്ട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് എന്തായാലും വെള്ളവും മാറ്റാൻ പോവുകയാണ്. അപ്പോൾ കണ്ടോ റൂട്ട്സ് കണ്ടോ. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ഒരു പോട്ടിൽ തന്നെ, അതായത് ഞാൻ കുറച്ചും കൂടെ വലിയൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ട് അലോവേരയാണ്. ഞാൻ നേരത്തെ കാണിച്ച കുഞ്ഞു ബോട്ടിലിൽ വേറൊരു അലോവേരയാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, ചെറുത്. അപ്പോൾ ആദ്യം ട്രയൽ പോലെ നോക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ചും കൂടെ വലിയ ബോട്ടിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ബേസിലേക്ക് ഞാൻ കുറച്ച് സ്റ്റോൺസും കൂടെ ആഡ് ചെയ്തു. അതൊക്കെ ഓപ്ഷണലാണ്, ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തു വന്നത് ഒരു ഭംഗിയല്ലേന്ന് വെച്ചിട്ട് ഞാൻ ആഡ് ചെയ്തതാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നല്ല വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ തന്നെ ആ ബോട്ടിലിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ ആലോവേര അതിലേക്ക് ഇറക്കി വെക്കണം. അപ്പം ഈ ഒരു സിമ്പിളാണ്. എനിക്ക് ഇത് നല്ലപോലെ ആലോവേര വളർന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു പ്രോഗ്രസ് കാണിക്കുന്നുണ്ട്. പിന്നെ ചീത്തയായി പോയിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഈ അലോവേരേനെ ഇൻസേർട്ട് ചെയ്യുമ്പോഴും അതുപോലെ തിരിച്ചെടുക്കുമ്പോഴും കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ഇത് വെള്ളത്തിലായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ റൂട്ട്സൊക്കെ വളരെ എന്താ പറയുക സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനും, ബോട്ടിലിൽ നിന്ന് എടുക്കാനും പുറത്ത് ഉള്ളിൽ വെക്കാനും. അപ്പോൾ നോക്കി എന്ത് ഭംഗിയാണ്. ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ മണി പ്ലാന്റ് ഒക്കെ വെക്കുന്ന പോലെ തന്നെ ഇതുപോലെ വെള്ളത്തിൽ അലോവേരയും വെക്കാം. ആകെ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു റൂട്ടിൻ്റെ അത്രയും മാത്രമേ വെള്ളം വെക്കാൻ പാടുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് കേടായി പോവും, ആലോവേര ചീഞ്ഞു പോവും. ജസ്റ്റ് റൂട്ട് മാത്രം വെള്ളത്തിൽ തട്ടുന്ന രീതിയിലാണ് വെക്കേണ്ടത്. അപ്പോൾ വെള്ളം മാറ്റാനൊക്കെ എടുക്കുമ്പം നമ്മൾ സോഫ്റ്റായിട്ട് എടുക്കണം. അത്രയും മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.